അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും നമ്മുടെ മക്കൾക്ക് വേണ്ടി കുറഞ്ഞ സമയം മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ മക്കളെ നല്ല അറിവുള്ളവരാക്കി മാറ്റാൻ, ദുനിയവിയും ഉഖ്റവിയുമായ അറിവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ, അവരുടെ ബുദ്ധി വർദ്ധിക്കാൻ പതിവാക്കേണ്ട ഒരു ദിക്റിനെയാണ്, ഒരു ഇസ്മിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. കൂടെ മക്കളും കൂടി ചൊല്ലിയാൽ വളരെ വളരെ വലിയ വിജയം കൈവരിക്കാൻ കഴിയുന്ന അതിമഹത്തായ ഇസ്മ. ആ ദിക്ർ ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായും കാണുക, കേൾക്കുക. എത്ര എണ്ണം ചൊല്ലണം, എപ്പോൾ ചൊല്ലണം എന്നൊക്കെ നാം മനസ്സിലാക്കി കൃത്യമായി ചൊല്ലുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒരുപോലെ നാം നൽകേണ്ടതുണ്ട്. അത് രക്ഷിതാക്കളായിരിക്കുന്ന നമ്മുടെ കടമയാണ്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ പതിവാക്കേണ്ട ദിക്റാണ് പറയാൻ വേണ്ടി പോകുന്നത്. രക്ഷിതാക്കൾ ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ അവരുടെ മക്കൾ വിദ്യാഭ്യാസമുള്ളവരും നല്ല അറിവുള്ളവരുമായി തീരും ഇൻഷാ അല്ലാഹ്. വിജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക. ഉള്ള അറിവ് വർദ്ധിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നാം പ്രത്യേകം ദുആ ചെയ്യുക. ഇത് ഓരോരുത്തരുടെയും കടമയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അറിവ് വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. നമുക്ക് ചൊല്ലേണ്ട സിക്ർ പറയാം. യാ അലീമു യാ അല്ലാഹ്, സർവജ്ഞൻ, അറിവുള്ളവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. യാ അലീമു യാ അല്ലാഹ് എന്ന ഇസ്മിനെ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അറിവ് അവന് ലഭിക്കും. വിജ്ഞാനത്തിൻ്റെ സോപാനത്തിലേക്ക് അവനെ ഉയർത്തും. ഏതൊരു ജ്ഞാനവും അവനക്ക് ലളിതമായി തീരും. വിജ്ഞാനം ഉള്ളവനായി അവൻ മാറുകയും ചെയ്യും. രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് ഈ ദിക്ർ ചൊല്ലണം. സുബഹിക്ക് ശേഷമോ മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ ഇശാ നിസ്കാര ശേഷമോ ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷമോ ഒക്കെ ചൊല്ലാം. 150 തവണയാണ് ചൊല്ലേണ്ടത്. ചൊല്ലിക്കഴിഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ദിക്ർ ചൊല്ലാത്ത ഒരു രക്ഷിതാവും ഒരു കുട്ടികളും ഉണ്ടാവരുത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ മക്കളെ കൊണ്ടും നാം ചൊല്ലിക്കണം. കുട്ടികൾക്ക് സുബഹിക്ക് മുമ്പോ അല്ലെ സുബഹി നിസ്കാര ശേഷമോ ഒക്കെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി കൊണ്ടൊക്കെ 150 തവണ ചൊല്ലാൻ വേണ്ടി അവരോട് പറയുകയും അവരുടെ ഉള്ള അറിവിൽ വർധനവിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യണം. അശുദ്ധി സമയത്തും വിദ്യാർത്ഥിനികൾക്കും അതുപോലെ തന്നെ സഹോദരിമാർക്കുമൊക്കെ യാ ഹലീമു യാ അല്ലാഹ് എന്ന ഇസ്മിനെ ചൊല്ലാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നല്ല അറിവുള്ളവരും ഇൽമുള്ളവരുമാക്കി ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.